നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എക്സാമിനാണ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് പിരമിഡ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, റീഡ് ദ വേർഡ് പിരമിഡ് ഗിവൺ ബിലോ. boy, the tall boy in the class. Now construct a similar word pyramid using the word cat. Okay, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വേർഡ് പിരമിഡ് അവർ എക്സാമ്പിൾ ആയിട്ട് തരും. അതുപോലെ ഒരു നൗണും തരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണടാ, ഇതുപോലെ ഒരു വേർഡ് പിരമിഡ് ഉണ്ടാക്കണം. വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഫോമാറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിസ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു നൗൺ എടുക്കാണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ എൻ ഐഡിയ. ഒരു സാധനത്തിന്റെയോ സ്ഥലത്തിന്റെയോ ഒരു ആശയത്തിന്റെയോ ഒരു പ്ലേസിന്റെയോ ഒക്കെ പേരാണ് എന്ത്, സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. ഒരാളുടെ ഒക്കെ പേരാണ് സ്റ്റുഡന്റ് എന്ന് പറയുന്നതല്ല, നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നൗണിന് ഒരു എക്സാമ്പിൾ ആയിട്ട് മിസ് സ്റ്റുഡന്റ് എന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ നൗൺ ഇവിടെ എന്താണ്, സ്റ്റുഡന്റ് ആണ്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഇനി എന്ത് ആഡ് ചെയ്യണം? യെസ്, നമ്മൾ നൗണിന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്യണം. ഓക്കെ, ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്യണം. ഏതൊക്കെ ആർട്ടിക്കിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും? എ, ആൻ അല്ലെങ്കിൽ ദ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നും നോക്കണ്ട, ദ സ്റ്റുഡന്റ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ദ സ്റ്റുഡന്റ് എന്ന് എഴുതിയാൽ മതി. ഇനി എയും ആനും എവിടെ യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. എയും ആനും നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ മുന്നിലാണ് യൂസ് ചെയ്യുക. ദ എന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ മുന്നിലാണ് യൂസ് ചെയ്യുക. ഏതോ ഒരു ആപ്പിൾ, ഏതോ ഒരു കാറ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എയും ആനും യൂസ് ചെയ്യും. ദ കാറ്റ്സ് സ്ലീപ്പിംഗ് ഓൺ ദ മാറ്റ്, അല്ലെ, ആ ഒരു മാറ്റിൽ കിടക്കുന്ന കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യടാ, അത് ഒരാളല്ലേ ഉള്ളൂ. ആൻഡ് സൺ എന്ന് പറയുമ്പോൾ സൺ ഒരാളല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യും. നിങ്ങൾ ഒന്നും നോക്കണ്ട, ദ യൂസ് ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും ആലോചിക്കാനില്ല. റെഡി? ആൻഡ് എ നമ്മൾ യൂസ് ചെയ്യുക കോൺസണന്റ് സൗണ്ട്സിന്റെ മുന്നിലാണ്. എ നമ്മൾ യൂസ് ചെയ്യുക എ ഇ ഐ ഒ യു വവൽ സൗണ്ട്സിന്റെ തുടങ്ങുന്ന വേർഡ്സിന്റെ മുന്നിലാണ്. റെഡി? അപ്പോൾ അതൊന്നും വേണ്ട, ദ എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ദ സ്റ്റുഡന്റ് എന്ന് നമ്മൾ എഴുതി. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു അഡ്ജക്റ്റീവ് സ്മാർട്ട്, ടോൾ, ബിഗ്, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ ദ സ്മാർട്ട് സ്റ്റുഡന്റ് എന്ന് എഴുതാം. ദ സ്മാർട്ട് സ്റ്റുഡന്റ്. ദ സ്മാർട്ട് സ്റ്റുഡന്റ് എന്ന് ഞാൻ എഴുതി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷൻ, ഇൻ, ഓൺ, അണ്ടർ, ഓഫ് ഒക്കെ പോലെയുള്ള ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത ലൈൻ സെന്റൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ ദ സ്മാർട്ട് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്, അല്ലെ, ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് വേർഡ് പിരമിഡ് ഉണ്ടാക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ നൗൺ ചെയ്താൽ അതിൻ്റെ കൂടെ ദ ആഡ് ചെയ്ത് എഴുതുക. അതിന് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, ടോള്, ബിഗ്, ഇതിലേത് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ദ സ്മാർട്ട് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് അല്ലെങ്കിൽ ദ റോസ് ഫ്ലവർ ഇൻ ദ ഗാർഡൻ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. റെഡി? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്യാറ്റിന്റെ ആൻസർ നമ്മൾ എഴുതി. ക്യാറ്റ്, ദ സ്മോൾ ക്യാറ്റ് ഓൺ ദ മാറ്റ് എന്ന് എഴുതി. അതുപോലെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി സ്റ്റുഡൻസ് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ട് അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി മിസ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരുവാണ്. അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. വേർഡ് പിരമിഡ് ഉണ്ടാക്കിയിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഒരുപാട് അഡ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അഡ്ജക്റ്റീവ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് യൂസ്ഫുൾ ആവും. അപ്പോൾ കാർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് താഴെ ഒരു വേർഡ് പിരമിഡ് കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ എക്സാമിന് ഈ ഒരു കാര്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാണ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.